അഞ്ജനാടേ പതിനൊന്ന് ബുദ്ധന്മാരെ കൊത്തിയെടുക്കാൻ മാത്രം പര്യാപ്തമായ നല്ല കാതിലുള്ള ചന്ദനം. അതാണ് വിലായത്ത് ബുദ്ധ. വിലായത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലണ്ടിൽ നിന്നാണ് അർത്ഥം. മറയൂർ രണ്ട് പേരിലാണ് പ്രശസ്തം. ഒന്ന് മറയൂർ ചന്ദനം, ഒന്ന് മറയൂർ ശർക്കര. മറയൂര് കീഴാന്തൂര് കാന്തല്ലൂര് പറയുകയാണെങ്കിൽ സിനിമക്ക് പറ്റിയ രീതിയിൽ എഴുതിയവര് ഐവർ പഞ്ചപാണ്ടർ നാടിങ്കേ എന്ത് കാര്യങ്ങൾക്കും കാക്കും നാടിങ്കേ. ഇപ്പൊ ഒരു മൂന്നാമതൊരു അറിവ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൂന്നാമത്തെ അറിവിനാണ് ഇവിടെ വന്നത്. അപ്പൊ അതെനിക്ക് കിട്ടി. അപ്പൊ അത് മാതൃകന് ആദ്യം തന്നെ നന്ദി പറയാം. അതായത് പിന്നെ ഇടുക്കിയിലെ ഞാൻ പറഞ്ഞു മറയൂർ ഗ്രാമം. മറയൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. മറയൂർ രണ്ട് പേരിലാണ് പ്രശസ്തം. ഒന്ന് മറയൂർ ചന്ദനം, ഒന്ന് മറയൂർ ശർക്കര. ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പുസ്തക ആസ്വാദനത്തിൽ ഫസ്റ്റ് അതിന്റെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ രവിമാഷാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ DC യൂസിന്റെ ദിനേശേട്ടൻ. അല്ലെങ്കിൽ എന്ന് പറയുന്നത് അറമ്പറ്റിന്റെ ഭാഗത്തായി പോയി നമുക്ക് പിന്നീട് കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പൊ അവരങ്ങ് പോയി, അദ്ദേഹം നടന്നു പോയി പോന്നു. പുതപ്പാന്റെ കടയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു തോന്നി, ഏതായാലും ഇവൾ പോയ മാഷയുടെ ആ ഒരു അനുഭവം, ആസ്വാദനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ വന്നപ്പോ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇന്ദുഗോപൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ വിലായത്ത് ബുദ്ധ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ ഒരു ചിന്ത ആ പുസ്തകത്തിലുണ്ട്. അവിടെ നിന്ന് ആ പുസ്തകം വായിച്ച രവി മാഷ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചിന്ത അതൊരു അറിവാണ് എന്നതിന്റെ ആ അറിവിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്, ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു അറിവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആർത്തിയോടെ വന്നത്. അപ്പോൾ GR ഇന്ദുഗോപന്റെ ചിന്തയും വായനക്കാരന്റെ ചിന്തയും കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ ഒരു മൂന്നാമതൊരു അറിവ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൂന്നാമത്തെ അറിവിനാണ് ഇവിടെ വന്നത്. അപ്പൊ അതെനിക്ക് കിട്ടി. അപ്പൊ അത് മാതൃകന് ആദ്യം തന്നെ നന്ദി പറയാം. ഇനി വിലായത്ത് ബുദ്ധയിലേക്ക് വരാം. ഞാൻ മുന്നേ വായിച്ച പുസ്തകമാണ് വിലായത്ത് ബുദ്ധ. മാഷ ഇങ്ങനെ ഓരോ ആ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ആ കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്ക് എന്റെ മനസ്സിലേക്ക് വന്ന് ഇങ്ങനെ തുകള ഭാസ്കരൻ, ഗീതം ഭാസ്കരൻ നായർ, മോഹനൻ, ചെരിമോഹൻ നായർ, അതുപോലെ തന്നെ ചെമ്പകം, ചൈതന്യ, അനില്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോലെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കഥാപാത്രമാണ് ഉതുപ്പൻ, ടൈലർ ഉതുപ്പൻ. എന്റെ കാഴ്ചപ്പാടാണ് ടൈലർ ഉതുപ്പൻ. ഈ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ട്. ഇതിലെ പ്രത്യക്ഷത്തില് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇതിൽ വലിയൊരു രാഷ്ട്രീയമാണ്. ഭാസ്കരൻ മാഷ് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം പെൻഷനായ ശേഷം സാമൂഹിക പ്രവർത്തനത്തിൽ ഇറങ്ങി. അദ്ദേഹം പഞ്ചായത്തിന്റെയും ബാങ്കിന്റെയും ഒക്കെ സ്ഥാനത്ത് വന്നു. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരാൻ കാരണം അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ പ്രവൃത്തിയുടെ ആ ഒരു ആ തൂവെള്ള പോലെയുള്ള ആ ഒരു ജീവിതാവബോധം നിന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും ഭാസ്കരൻ മാഷുടെ എപ്പോഴും ശ്രദ്ധ സമൂഹം അദ്ദേഹത്തെ എങ്ങനെ കാണും എന്നുള്ളത് അദ്ദേഹം ഒരു മുൻവിധിയോടുകൂടി അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ ഡബിൾ മോഹന്റെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, അങ്ങനെ ഒരു മുൻവിധി അദ്ദേഹത്തിന് ഇല്ല. അപ്പോ എപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മാത്രം എത്രത്തോളം അത് നല്ലതാക്കാണ്. അപ്പൊ അത് ജീവിതാബോധം, ഭാസ്കരൻ മാഷയുടെ എന്ത് കാര്യങ്ങൾക്കും ഡബിൾ മോഹനും കണ്ടെത്തിയത് ജീവിതാബോധം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഈ അകിൽമരം ചന്ദനമരത്തെ എങ്ങനെ വളർത്തി എന്നതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലും എത്രയോ പേരെ ചവിട്ടി തേച്ചുകൊണ്ടാണ് പലരും രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ മുകളിലേക്ക് കയറി എന്നുള്ളതാണ് ഇതിൽ കുറെ കാര്യങ്ങളില് അതൊരു ലക്ഷ്യം GR ഇന്ദുഗോപൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ചൈതന്യത്തിന്റെയും ചെമ്പകത്തിന്റെയും ജീവിതം ഒരു ദുർനടപ്പുകാരിയായിട്ട് അതിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും
അതിന്റെ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത് ശർക്കരപ്പാവ് എന്ന നിലക്കാണ്. അത് നമ്മൾ മാഷ് പറയാൻ വിട്ടിനെന്ന് തോന്നുന്നു. ശർക്കരപ്പാവ് ഉണ്ടാക്കിയിട്ടാണ് അവര് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു ചന്ത കഥാപാത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. കഥയിലേക്ക് കഥ ഞാൻ കുറെ ആൾ വായിച്ചിട്ടുണ്ട്. വായിക്കാത്തവർക്ക് ഒരു കഥ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. അതായത് പിന്നെ ഇടുക്കിയിലെ ഞാൻ പറഞ്ഞു മറയൂർ ഗ്രാമം. മറയൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. മറയൂർ രണ്ട് പേരിലാണ് പ്രശസ്തം. ഒന്ന് മറയൂർ ചന്ദനം, ഒന്ന് മറയൂർ ശർക്കര. ശർക്കര കൊണ്ടുള്ളവർക്കെല്ലാം അറിയാം. ഈ രണ്ടിനും പ്രശസ്തമായ നാടാണ് ഈ മറയൂർ. അവിടെ ഇടുക്കിയിലാണ് സ്ഥലം. ഒരു കുന്നിൻ ചെരുവിലാണ്. തൊട്ടപ്പുറം തന്നെ നമ്മളെ തമിഴ്നാടായി ആ ഒരു ബോർഡറിലാണ് ഈ കഥ നടക്കുന്നത്. ഒരു മഴക്കാലത്ത് മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇങ്ങനെ പശപശപ്പായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് നമ്മുടെ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഭാസ്കര മാഷാണ് ഇതിൽ മുഖ്യ കഥാപാത്രം. ഭാസ്കര മാഷ് ഒരു റിട്ടയർഡ് ചെയ്ത അധ്യാപകനാണ്. സർവീസ് ഇരിക്കുമ്പോൾ തന്നെ അയാളെ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ഭാര്യ മരിച്ചു പോയിന്. ഒരു മകനുണ്ട് അതില്. അപ്പൊ സർവീസ് കഴിഞ്ഞ പാട് അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. ആ നാട്ടിലെ ഒരു പ്രശസ്തമായ ബാങ്കിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്നത്. തോള ഭാസ്കർ എന്നാണ് അദ്ദേഹത്തിന് നമ്മൾ ഈ നോവൽ വായിച്ചവർക്കെല്ലാം അറിയാം. ഒരു ദിവസം 10 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിലേക്ക് കഥാകാരൻ നമ്മൾ ആദ്യം കൊണ്ടു പോകുന്നു. ഇയാൾക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആത്മമിത്രമാണ്. അദ്ദേഹത്തിന്റെ കടയിലേക്ക് ഷർട്ട് എല്ലാം കൊടുത്ത് വാങ്ങിക്കാൻ പോകുന്നത്. ഇപ്പൊ വഴിയിൽ വെച്ചിട്ട് തന്റെ അയൽവാസിയും ആ നാട്ടിലെ കുപ്രസിദ്ധയായ ഒരു അഭിസാരിക അല്ലെങ്കിൽ നോട്ടോറിയസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന 2 സ്ത്രീകളുടെ അയൽവാസികൾ ചെമ്പകവും ചൈതന്യവും. ദുർനടപ്പുകാരി എന്നാണ് GR ഇന്ദഗോപ് അവരെ വിശേഷിപ്പിച്ച വാക്ക്. അപ്പൊ ഇത് തന്നെ ഞാൻ പറയാം. ദുർനടപ്പുകാരിയായ ഈ ചെമ്പകത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ചൈതന്യവും വരുന്നത് കാണുന്നു. സാധാരണ രീതിയിൽ വഴിയിൽ കാണുമ്പോൾ അതൊക്കെ പറയുന്നത്. അങ്ങനെ അവള് പറയുന്നുണ്ട്, ഇതറിയാ വഴുക്കലുണ്ടാവണേ ഈ ത്രിസന്ധ്യാ സമയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കുറുക്കുകൊള്ളുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്നത് അറം പറ്റുന്ന ഭാഗത്തായി പോയി നമുക്ക് പിന്നീട് കടയിലൂടെ പിന്നിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പൊ അവരങ്ങ് പോയി. അദ്ദേഹം നടന്നു പോന്നു. പുതപ്പാന്റെ കടയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു തോന്നി, ഏതായാലും ഇവൾ പോയി. മൊത്തത്തിൽ ജീവിതം എന്ന് പറഞ്ഞൊരു കക്കൂസ് കോഴി പോലെയാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ മുഴുവൻ അതാണ് അതിന്റെ ഇത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു പാടാണ്. അതന്നെ